നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രവാസി മലയാളി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. അതിനു വേണ്ടിയിട്ട്, അതായത് മറ്റൊന്നുമല്ല, വാളയാറിലെ സഹോദരിമാർക്ക് നീതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ മുറവിളികൾ തന്നെയാണ് കേരളത്തിലെ ചർച്ചാ വിഷയം. എവിടെയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. അവരുടെ ജീവനോ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവരുടെ ആത്മാവിന് നീതി നിഷേധിക്കാൻ പാടില്ല. വാളയാർ സഹോദരിമാരുടെ കൊലക്കേസ് പുനരന്വേഷിക്കണമെന്ന ആവശ്യവുമായി പ്രവാസി സാംസ്കാരിക വേദി ദമാം റീജിയണൽ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ്. കൊലപാതകികൾ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം. അതുപോലെ കൊലപാതകികൾ രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ച പോലീസിലും പ്രോസിക്യൂഷനിലും ഉന്നത രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയമില്ല. ഇതിനെതിരെ രംഗത്ത് വരണം, ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്നാണ് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. പോസ്കോ കേസിലെ പ്രതികൾക്കായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ തന്നെ കോടതിയിൽ ഹാജരായത് തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളെ രാഷ്ട്രീയം മാത്രം നോക്കി നിയമിച്ചത് സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഗുരുതരമായ തെറ്റാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം ദൃക്സാക്ഷികൾ ഉണ്ടായിട്ടും പ്രതികളെ ശിക്ഷിക്കാനാകാതെ പോയതിൽ കടുത്ത വീഴ്ചയുമുണ്ട്. 2 ദളിത് കുഞ്ഞുങ്ങൾ അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടിട്ടും പ്രതികളെ ശിക്ഷിക്കുന്നതിന് പകരം അവരെ രക്ഷിക്കാനുള്ള ശ്രമം അപമാനകരമാണെന്നും യോഗം കുറ്റപ്പെടുത്തി. ഇരകളോടുള്ള ഐക്യദാർഢ്യ സൂചകമായി കമ്മിറ്റി അംഗങ്ങൾ മൊബൈൽ വെളിച്ചം തെളിച്ചു പ്രതിഷേധം രേഖപ്പെടുത്തി. ഷമീർ ചാത്തമംഗലം അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. മുഹിസിൻ ആറ്റുശ്ശേരി, റൌഫ് ചാവക്കാട് എന്നിവർ സംസാരിച്ചു. അബൂബക്കർ പൊന്നാനി, ജംഷാദ് കണ്ണൂർ, ആസിഫ് തുടങ്ങിയവർ ഇതേപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ഇത് ഒരു പ്രവാസി കൂട്ടായ്മ, അങ്ങനെ പല പ്രവാസി കൂട്ടായ്മകളും വാളയാറിലെ സഹോദരികൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട്. നീതി നിഷേധിക്കപ്പെട്ടതിനെതിരെ ഓരോ പ്രവാസികളും കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. മറ്റൊരു പ്രവാസി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.